ഹായ് നമസ്കാരം കൂട്ടുകാരെ, എല്ലാവർക്കും കവീസ് ഹോം മേക്കിങ്ങിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ ഒരു വെജിറ്റബിൾ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. വെജിറ്റബിൾ ബിരിയാണി പല രീതിയിലുണ്ടാക്കും. അതായത് അരിയും മസാലയൊക്കെ ഉണ്ടാക്കി രണ്ടും കൂടി മിക്സ് ചെയ്ത് വെള്ളമൊക്കെ ആവശ്യത്തിന് ഒഴിച്ച് അത് വറ്റിച്ചെടുത്ത് അങ്ങനെ ബിരിയാണി ഉണ്ടാക്കും. ഇതന്നെ നമുക്ക് ഒരു കടായിൽ ഉണ്ടാക്കാം, അതുപോലെ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുക്കറിലും ഉണ്ടാക്കാം. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അരി മസാലയും കൂടി മിക്സ് ആയിട്ടാണ് ഉണ്ടാവുക. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് ദം ബിരിയാണിയാണ്. അതായത് റൈസ് വേറെ ഉണ്ടാക്കും, മസാല വേറെ ഉണ്ടാക്കും. എന്നിട്ട് റൈസിൻ്റെ ഇടയിൽ മസാലയുടെ ഒരു ലെയർ ചേർക്കുക, എന്നിട്ട് റൈസ് മറ്റൊരു ലെയർ ഇടുക. അങ്ങനെയാണ് ഞാനിന്ന് ചെയ്യാൻ പോകുന്നത്. വളരെ ടേസ്റ്റിയും വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. അതുപോലെ തന്നെ വീഡിയോയുടെ എന്തെങ്കിലും സജഷൻസ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിലും ഇടാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സിനും ബന്ധുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവർക്കത് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. വെജിറ്റബിൾ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഗ്ലാസ്സിൽ 2 ഗ്ലാസ് റോസ് കൈമ അരി നന്നായി കഴുകി കുതിർക്കാൻ വെച്ചിട്ടുള്ളതാണ്. അത് ഒരു അരമണിക്കൂർ കുതിരാൻ വെക്കണം. പിന്നെ നമുക്ക് ബിരിയാണിയിലേക്ക് വേണ്ട പച്ചക്കറികൾ 2 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ്, 2 ക്യാരറ്റ്, 5 ബീൻസ്, 4 പച്ചമുളക്, തക്കാളി, സബോള. ഇത് 3 മീഡിയം സൈസ് സബോളയുണ്ട്. പിന്നെ ഒരു സബോള നമുക്ക് വറുത്ത് കോരാൻ വേണ്ടിയിട്ട് എടുക്കണം. ഈ 3 തക്കാളിയിൽ ഞാൻ 2.25 തക്കാളി എടുക്കുന്നുള്ളൂ കേട്ടോ ഈ മസാലയിലേക്ക്. കോളിഫ്ലവർ ഞാൻ ചെറിയൊരു കഷ്ണം കോളിഫ്ലവർ അല്ലികളായി അടർത്തി തിളച്ച ഉപ്പുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ളതാണ്. ഇത് ഫ്രോസൺ ഗ്രീൻ പീസാണ്. ഇതിലേക്ക് ഞാൻ ചൂടായ വെള്ളമാണ് ഒഴിച്ച് വെച്ചിട്ടുള്ളത്. പച്ചക്കറികൾ നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികളൊക്കെ എടുക്കാം. വേണമെങ്കിൽ പനീർ, സോയ ചങ്ക്സ് ഒക്കെ ചേർക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ടുള്ളതാണ്. പിന്നെ അരി വേവിക്കാനുള്ള വെള്ളം നമ്മൾ അളവിനൊന്നുമല്ല ഇത് എടുത്തേക്കണേ, ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം തന്നെ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള മസാല ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീൻചട്ടിയിലേക്ക് ഓയിലാണ് എടുത്തേക്കുന്നത് കേട്ടോ, വെളിച്ചെണ്ണയല്ല, ഓയിലാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആദ്യം തന്നെ നമ്മളിതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ നന്നായി ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പം അണ്ടിപ്പരിപ്പും മുന്തിരിയും നന്നായി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ കളറിൽ ഫ്രൈ ചെയ്തെടുക്കുക, കരിയാണ്ട് നോക്കണം കേട്ടോ. ഇനി ആ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് സബോള നന്നായി കനം കുറച്ച് അരിഞ്ഞത് നന്നായി വറുത്ത് കോരണം. ഗോൾഡൻ ബ്രൗൺ നിറമാകുന്നത് വരെ തന്നെ വറുക്കുക. ഇത് നമുക്ക് ബിരിയാണിയിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കാനാണ് ഈ സബോള നമ്മൾ വറുത്ത് വരുന്നത്. സബോള ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട്, ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ നമുക്ക് എത്ര നിറം വേണോ അതിൽ നിന്ന് ഒരു പൊടിക്ക് കുറവുള്ളപ്പോൾ തന്നെ നമ്മൾ സബോള എണ്ണയിൽ നിന്ന് എടുക്കണം. അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കാരണം സബോള നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്തതിന് ശേഷവും കുറച്ച് നേരം അതിന് വേവും, ആ ചൂടിലിരുന്ന് ഒന്നും കൂടി വേവും. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ കളറ് സാധാരണ ഇപ്പം നമ്മൾ ഗോൾഡൻ ബ്രൗൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് കറുത്തു പോകും. അപ്പോൾ നമുക്ക് സബോള ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ സബോള ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ബിരിയാണിക്ക് വേണ്ട മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള സബോള ഇടാം. ഇത് നന്നായി മിക്സ് ചെയ്യുക. ഞാനിപ്പോൾ ഇതിലേക്ക് ഇടാൻ പോകുന്ന മസാല വെച്ചാൽ ബിരിയാണി മസാലയ്ക്ക് പകരം ഞാൻ ഗരം മസാല, അതായത് ഞാനിവിടെ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ് ഇടണേ. നിങ്ങൾ അങ്ങനെയല്ല ബിരിയാണി മസാലയാണ് ഇടാൻ പോകണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ ഹോൾ സ്പൈസസ് ആയിട്ട് പട്ട, കരയാമ്പൂ, ഏലക്കായ, അതൊരു 1 ഇഞ്ച് നീളത്തിലുള്ള പട്ട, പിന്നെ ഒരു 4-5 കരയാമ്പൂ, ഒരു 3-4 ഏലക്കായ, ഇതൊക്കെ ഇട്ടിട്ട് ആദ്യം ഫ്രൈ ചെയ്തിട്ട് സബോള ഇട്ടാൽ മതി.
ഞാനിപ്പോൾ ഈ സബോളയിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ടുണ്ട്. സബോള നന്നായി വേഗം നമുക്ക് വഴന്നു വരാൻ സബോള എപ്പോൾ മൂപ്പിക്കുമ്പോഴാണെങ്കിലും എപ്പോൾ നമ്മൾ സബോള വേവിക്കുമ്പോൾ അതിലേക്ക് ഇത്തിരി ഉപ്പിട്ടിട്ട് വേവിക്കുകയാണെങ്കിൽ അത് വേഗം വെന്ത് കുഴഞ്ഞു വരും കേട്ടോ. ഇപ്പം നമ്മുടെ സബോള ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ അതിലേക്ക് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചെയ്തതും പച്ചമുളക് നടു കീറിയതും ഇട്ടിട്ടുണ്ട്. ഞാനിതിൽ വെളുത്തുള്ളി ഇഞ്ചി ഇടണത് എൻ്റെ റെക്കോർഡായിട്ടില്ല. ഏകദേശം 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ഉണ്ട് കേട്ടോ അത്. അപ്പോൾ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പച്ചമുളകും കൂടി ഇട്ടിട്ട് നന്നായി അതിൻ്റെ പച്ചമണം ഉണ്ടല്ലോ, വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ ആ പച്ചമണം മാറണ വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇപ്പം സബോളയുടെ കളറൊക്കെ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഒപ്പം തന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടാം. ഇനി ആ മഞ്ഞൾപ്പൊടി നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഈ മഞ്ഞൾപ്പൊടിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായി ഇളക്കി അതിൻ്റെ ആ മണമൊക്കെ ഒന്ന് മാറി വരുന്ന വരെ ഇളക്കി യോജിപ്പിക്കാം. നമ്മൾ മസാലകൾ ഇടുമ്പോൾ എപ്പോഴും ആദ്യം മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായി ഇളക്കി അതിന് ശേഷം മല്ലിപ്പൊടി ഇടുക. അപ്പോൾ ഇതാ 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. മല്ലിപ്പൊടി ഇട്ടിട്ട് അത് ഇളക്കി ഇതുപോലെ തന്നെ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറണ വരെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിന് ശേഷം മാത്രമേ മുളക് പൊടി ഇടാവൂ. മുളക് പൊടിയാണ് നമ്മൾ ഏറ്റവും അവസാനം ഇടേണ്ടത്. ആദ്യം മഞ്ഞൾപ്പൊടി, പിന്നെ മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി. ഈ രീതിയിൽ വേണം മസാലകൾ ചേർക്കാൻ. കാരണം മുളക് പൊടി വേഗം നമ്മൾ കരിയാനും അങ്ങനെ പുകയാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും മുളക് പൊടി അവസാനം ഇടുക. ഇപ്പം ഞാനിതിലേക്ക് 1 ടീസ്പൂണ് മുളക് പൊടി ഇടണുള്ളൂ. അത്യാവശ്യം എരിവുള്ള മുളക് പൊടി ആയതുകൊണ്ടാണ് 1 ടീസ്പൂൺ ഇടുന്നത്. പിന്നെ നമ്മൾ പച്ചമുളക് ചേർത്തല്ലോ, 5 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പച്ചമുളകിന് അത്യാവശ്യം എരിവുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ മസാലകൾ, അതായത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടിയൊക്കെ ചേർത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് ഇടാൻ പോകുന്നത് കുറച്ച് മല്ലിയിലയും പുതിനയിലയാണ്. വല്ലാതെ ചെറുതായിട്ടൊന്നും അരിയേണ്ട ആവശ്യമില്ല. ഒന്ന് റഫ്ലി ചോപ്പ് ചെയ്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഇടുക. നന്നായി ഇളക്കി ഒന്നത് യോജിച്ച് വരുമ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ഇടും. ഇനി തക്കാളി നന്നായി മിക്സ് ചെയ്ത് ചേർക്കുക. നമ്മളിതിലേക്ക് ഗരം മസാലയൊന്നും ചേർത്തിട്ടില്ല ഇതുവരെ. ഇനി നമുക്കിതിലേക്ക് ഗരം മസാല ചേർക്കാം. ഞാനിപ്പോൾ ഇതിലിടാൻ പോകുന്ന മസാല എന്ന് വെച്ചാൽ ഞാൻ വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തിട്ടുള്ള മസാലയാണ്. പട്ടയും കരയാമ്പും ഏലക്കായും പെരിഞ്ചീരകവും ഇത്രയും സാധനങ്ങൾ ചേർത്തിട്ടുള്ള ഗരം മസാലയാണ് ഞാനിപ്പോൾ ഇതിലിടാൻ പോകുന്നത്. ഞാനിതിലേക്ക് 2 ടീസ്പൂണ് ഗരം മസാലയാണ് ചേർക്കണേ. ഞാൻ മുമ്പ് പറഞ്ഞിരുന്നു വീഡിയോയിൽ, അതായത് നിങ്ങളിങ്ങനെ വീട്ടിൽ നിന്ന് പൊടിച്ചെടുക്കാൻ മസാലയല്ല ചേർക്കണമെന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ 1 ഇഞ്ച് പട്ട, 1 ഇഞ്ച് കഷ്ണം, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട, പിന്നെ ഒരു 3-4 ഏലക്കായ, ഒരു 3-4 കരയാമ്പൂ, അതുപോലെ തന്നെ പെരിഞ്ചീരകം 1 ടീസ്പൂണ് പെരിഞ്ചീരകം. ഇങ്ങനെ ആദ്യം ഇടണം കേട്ടോ, സബോള മൂപ്പിക്കുന്നതിന് മുൻപേ. കാരണം ഈ മസാലയുടെ അത്ര മണമൊന്നും ഉണ്ടാവില്ല പുറത്തുനിന്ന് മേടിക്കുന്ന മസാല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഞാനിപ്പോൾ ഈ ഗരം മസാല ഇട്ട നേരത്ത് നിങ്ങൾക്ക് ബിരിയാണി മസാല ഇടാം. 1 ടീസ്പൂണ് ബിരിയാണി മസാല ഇട്ടാൽ മതി. ഇനി നമുക്കിത് അടച്ചു വെച്ച് നന്നായി വേവിച്ചെടുക്കണം. തക്കാളി നല്ല പേസ്റ്റ് പോലെ വരണം. ഇപ്പം നമ്മുടെ വെള്ളം നമ്മൾ തിളപ്പിക്കാൻ വെച്ചിരുന്നില്ല, ആ വെള്ളം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ പൈലേക്ക് വലിപ്പത്തിലുള്ള പട്ട ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 കരയാമ്പൂ. ഇതൊക്കെ നമ്മൾ ഈ വെള്ളത്തേക്ക് ഇടുമ്പോൾ എന്താ വെച്ചാൽ അതിലേക്ക് കരയാമ്പൂവിൻ്റെയും പട്ടയുടെയൊക്കെ ഒരു മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മളിതിലേക്ക് 4 ഏലക്കായ ഇത്ര ഇട്ടിട്ട് ഈ വെള്ളം നന്നായി തിളച്ച് വരണം. പിന്നെ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം. ഉപ്പ് എപ്പോഴും നമ്മൾ ചേർക്കുമ്പോൾ ഒരു പൊടി കൂടുതൽ നിൽക്കണം വെള്ളത്തിൽ, എന്നാലാണ് നമ്മളത് അരി അതിലേക്ക് ഇടുമ്പോൾ ആ അരിയിലേക്ക് ഉപ്പ് പിടിച്ചു വരുമ്പോൾ ആവശ്യത്തിന് പാകത്തിനാവുള്ളൂ. ഇനി ഞാനിതിലേക്ക് ഞാൻ മുൻപ് കാണിച്ചല്ലോ കുതിർത്തി വെച്ചിട്ടുള്ള റോസ് കൈമ അരിയാണത്. ആ അരി ഞാൻ ചേർക്കാൻ പോവാണ്. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ ബസ്മതി അരി ചേർക്കാം.
എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടമുള്ളത് റോസ് കൈമ അരിയാണ്. കാരണം അതിനൊരു പ്രത്യേക മണമാണ്. അപ്പം നമ്മളത് വെറുതെ ചോറ് വെച്ച് കഴിക്കുമ്പോൾ പോലും അതിനൊരു ബിരിയാണിയുടെ മണം വരും. അതിനൊരു പ്രത്യേക മണമാണ്. ജീരകശാല പോലെ ചെറിയ അരിയാണ് കേട്ടോ അത്. അപ്പം ഇനി നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നന്നായി തിളച്ച് അരിയുടെ വേവ് എന്ന് പറയുമ്പോൾ ഒരു 80 to 90% അത്രേ വേവാൻ പാടുള്ളൂ, വല്ലാതെ വേവരുത്. കാരണം നമ്മളിനി ദമ്മിലിടണമല്ലോ, അത് കാരണം കൊണ്ട് 80 to 90% എന്തായാലും വേവണം കേട്ടോ. കാരണം ചിക്കനൊക്കെ പോലെ നമ്മുടെ പച്ചക്കറികളും ഏകദേശം 90% വെന്തിട്ടാണ് നമ്മൾ ലെയറാക്കുക. ഇപ്പം ഞാനിതിലേക്ക് ഒരു അരമുറി ചെറുനാരങ്ങയുടെ നീര് ചേർക്കുകയാണ്. അപ്പോൾ എന്താ വെച്ചാൽ അരി നല്ല വെള്ള നിറത്തിൽ വെന്ത് കിട്ടും, ഒലർന്ന് കിട്ടും. അപ്പം നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ തക്കാളി ഒന്നുകൂടി വേവാണ്ട് കേട്ടോ. നല്ല പേസ്റ്റ് പോലെയായി കിട്ടണം നമുക്ക് തക്കാളി. ഇപ്പോൾ ഒന്നും കൂടി വേവാണ്ട് തക്കാളി. അപ്പോൾ തക്കാളി ഒന്ന് നന്നായി വെന്ത് വരട്ടെ. അപ്പം നമ്മുടെ തക്കാളി അത്യാവശ്യം നന്നായി തന്നെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 കയ്യിൽ അധികം പുളിയില്ലാത്ത തൈര് ഒഴിക്കുകയാണ്. നന്നായി മിക്സ് ചെയ്യാം. ചെറിയൊരു ഗ്രേവി പോലെ ആവുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർക്കാം. പച്ചക്കറികൾ വളരെ ചെറുതായി അരിയരുത്. കാരണം നമുക്ക് പച്ചക്കറികൾ വെന്തുടഞ്ഞു പോകാൻ പാടില്ല ബിരിയാണിയിൽ. അപ്പോൾ ഒരുവിധം വലുപ്പത്തിൽ, എന്നാൽ വല്ലാതെ വലുപ്പത്തിലും അല്ല, ഒരു മീഡിയം സൈസായിട്ട് പച്ചക്കറികൾ കട്ട് ചെയ്തെടുക്കുക. എല്ലാത്തിൻ്റെയും ആ ഒരു വേവ് കറക്റ്റായിട്ട് വരണം. എല്ലാം ഏകദേശം ഒരേ പാകത്തിന് മുറിച്ചെടുക്കുക. ഇനി നമുക്ക് പച്ചക്കറികൾ ഈ മസാലയിലേക്ക് നന്നായി യോജിപ്പിച്ച് ചേർക്കാം. ഇനി ഞാൻ ഇതിലേക്ക് 1 കപ്പ് വെള്ളം ചേർക്കുകയാണ്. ഈ 1 കപ്പ് വെള്ളം ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കി ആവശ്യത്തിന് ഉപ്പൊക്കെ ചേർത്ത് ഇത് നന്നായി വെള്ളമൊക്കെ നന്നായി തിളച്ച് വന്നു കഴിഞ്ഞാൽ അടച്ച് വെച്ച് ഈ കഷ്ണങ്ങൾ നമുക്ക് വേവിച്ചെടുക്കണം. ഈ കഷ്ണങ്ങൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ തന്നെ ഒരു 90% വെന്താൽ മതി. ബാക്കിയുള്ളത് നമ്മൾ ദമ്മിടുമ്പോൾ വെന്ത് കിട്ടും. ഞാനിപ്പോൾ മസാല ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. അപ്പോൾ ഞാൻ ഉപ്പ് ചേർക്കുകയാണ്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് യോജിപ്പിച്ചതിന് ശേഷം നല്ലൊരു തിള വരുമ്പോൾ നമുക്കിത് അടച്ചു വെച്ച് വേവിക്കാം. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ അരിയുടെ കാര്യം മറക്കരുത്. അരി വെന്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം 90% വേവായി എന്നുണ്ടെങ്കിൽ, അതായത് വെന്തിങ്ങനെ മലർന്നു പോരുത് അരി, ഏകദേശം അങ്ങോട്ട് വേവ് കറക്റ്റായിട്ടുണ്ടെങ്കിൽ നമ്മൾ അരി ഊറ്റി വെക്കണം. ഇപ്പോൾ ഇതിൽ നല്ല തിളയൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായി അടച്ച് വേവിച്ചെടുക്കണം പച്ചക്കറികൾ. ഇവിടെ നമ്മുടെ അരി നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഏകദേശം ഒരു 80-85% വെന്തുണ്ട്. ഇത് നമ്മൾ ഊറ്റിയെടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒരിത്തിരി ആ ചൂട് കൊണ്ട് ഒന്നും കൂടി വേവും. അത് കാരണം കൊണ്ട് ഏകദേശം ഒരു 80 to 85% വെന്ത് കഴിഞ്ഞാൽ നമ്മൾ ഊറ്റിയെടുക്കുക. ഇനി അതിങ്ങനെ ഊറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ മസാല നമുക്ക് നോക്കാം. മസാല നന്നായി വെന്ത് വരണം. അതായത് പച്ചക്കറികൾ ദമ്മിലിട്ട് നമ്മൾ കുറച്ച് നേരം ദമ്മിലിട്ട് അതിലും കിടന്ന് വേവും. അപ്പോൾ ആ ഒരു പാകത്തിന് വേവിച്ചെടുത്താൽ മതി പച്ചക്കറികൾ. മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉരുളക്കിഴങ്ങിൻ്റെ വേവാണ്. കാരണം ഉരുളക്കിഴങ്ങാണ് ഇത്തിരി വേവാൻ പ്രയാസം. ബാക്കിയുള്ള പച്ചക്കറികളൊക്കെ വേഗം വെന്ത് കിട്ടും. അപ്പോൾ ഉരുളക്കിഴങ്ങ് നമ്മൾ കറക്റ്റ് വേവായിട്ടുണ്ടോ എന്ന് നോക്കുക. എന്നിട്ട് ഏകദേശം നമ്മുടെ സ്പൂൺ വെച്ചൊന്ന് അമർത്തുമ്പോൾ ഒരുവിധം കുഴപ്പമില്ലാണ്ട് അങ്ങോട്ട് മുറിഞ്ഞ് കിട്ടിയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് ദമ്മിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ പച്ചക്കറികളൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ദമ്മിലിടാം. അതിന് വേണ്ടി ഞാൻ മറ്റൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. ഒരു ടേബിൾ സ്പൂൺ നെയ്യ് നമുക്കിതിൽ ചേർക്കാം. ഇനി ഈ നെയ്യ്
നമുക്ക് ഈ ചീഞ്ചട്ടിയിൽ നന്നായി ചുറ്റിച്ച് എല്ലാ ഭാഗത്തേക്കും ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് ഊറ്റിയെടുത്തിട്ടുള്ള റൈസ് ചേർക്കാം. ആദ്യത്തെ ലെയർ തന്നെ റൈസാണ് കേട്ടോ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ എന്താ വെച്ചാൽ ഈ ഒരു ലെയർ റൈസിൻ്റെ മുകളിലേക്ക് നമ്മൾ ആ മസാല ചേർക്കുമ്പോൾ ആ മസാലയിൽ ഉള്ള വെള്ളം ഉണ്ടല്ലോ, മുഴുവനായിട്ട് വെള്ളം ഞാൻ വറ്റിച്ചെടുത്തിട്ടില്ല. അപ്പോൾ ആ ഒരു വെള്ളം ഈ റൈസിലേക്ക് ഇറങ്ങി ഈ റൈസിനും താഴത്തെ ലെയറിലുള്ള റൈസിനും നല്ലൊരു ടേസ്റ്റാണ് ഉണ്ടാവുക. അപ്പോൾ ഞാനിതിലേക്ക് മസാല ചേർത്തിട്ടുണ്ട്. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക് ബാക്കിയുള്ള റൈസും കൂടിയും ചേർക്കാം. ഇപ്പം നമ്മൾ ആ ബാക്കിയുള്ള റൈസ് നിരത്തിയിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള സബോള, അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതൊക്കെ നന്നായി നിരത്തി കൊടുക്കുക. ഇനി അതിന് മുകളിലേക്ക് മല്ലിയിലയും പുതിനയിലയും വിതറിടുക. അതിന് ശേഷം ഇത്തിരി നെയ്യ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇത്തിരി ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ഇപ്പോൾ എല്ലാം ലെയറുകളും നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് മൂടി വെച്ച് ഒരു 15 മിനിറ്റ് നേരത്തേക്ക് ദം ചെയ്തെടുക്കണം. ദം ചെയ്തെടുക്കുമ്പോൾ നമ്മൾ നേരിട്ട് ചീഞ്ചട്ടി വെച്ചിട്ടല്ല ദം ചെയ്തെടുക്കുക. അതിന് ആദ്യം ഒരു ചപ്പാത്തിക്കല്ലോ അല്ലെങ്കിൽ ദോശക്കല്ലോ സ്റ്റൗമ് വയ്ക്കുക. എന്നിട്ട് അതിൻ്റെ മേലെ വേണം ഈ കടായി വയ്ക്കാൻ. എന്നിട്ട് അതിന് മുകളിലേക്ക് ഞാൻ ഒരു ഇടിക്കല്ലുണ്ടല്ലോ അത് കമഴ്ത്തി വയ്ക്കുകയാണ്, ഒരു ഭാരം കിട്ടാൻ വേണ്ടി. അതതിൻ്റെ ആവിയൊന്നും പുറത്തേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഒരു 15 മിനിറ്റ് നേരം ഇത് ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ആദ്യം നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെക്കാം. അതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ആദ്യം ഒരു 5 മിനിറ്റ് നേരത്തേക്ക് ഹൈ ഫ്ലെയിമിൽ ഇടുക. അതിന് ശേഷം ബാക്കി 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദമ്മിടുക. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി നല്ല ദമ്മായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഉൾഭാഗത്തെ മസാലയൊക്കെ ഒന്ന് നോക്കാം. വെന്തിട്ടുണ്ടോ, എങ്ങനെയാണ്, അടി പിടിച്ചിട്ടുണ്ടോ, എങ്ങനെയൊക്കെയാണ് അവസ്ഥ എന്നുള്ളത്. ഒക്കെ നന്നായി വെന്തിട്ടുണ്ട്. അതുപോലെ റൈസും പാകത്തിനുള്ള വേവേ ആയിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്നുള്ളത് എൻ്റെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ദയവീത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ എനിക്ക് എത്രമാത്രം വിലപ്പെട്ടതാണെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ അറിയില്ല. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.